കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൾക്കാവിൻ്റെ അവസാനത്തെ ഊരാൺമ അവകാശിയുമായിരുന്നു നാഗഞ്ചേരി മനയിലെ വാസുദേവൻ നമ്പൂതിരി. ഇരിങ്ങോൾക്കാവിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ദേവസ്വം ബോർഡിന് വിട്ടു നൽകിയ നാഗഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി 1980 ഇരിങ്ങോൾക്കാവ് വാസുദേവൻ നമ്പൂതിരി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച 4000 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലുള്ള അമൂല്യ ശേഖരങ്ങളും ഉണ്ടായിരുന്ന മനയിൽ 800 കിലോയ്ക്ക് മുകളിൽ വരുന്ന സ്വർണ്ണശേഖരവും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും ഒക്കെ കഴിഞ്ഞാൽ 1.25 ലക്ഷം പറ നെല്ലാണ് ഇല്ലത്തിൻ്റെ മുറ്റത്ത് പണ്ട് ശേഖരിച്ചിരുന്നത്. 1980 ഒരു തുച്ഛമായ തുകക്കാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് നാഗഞ്ചേരി മന വാസുദേവൻ നമ്പൂതിരി കൈമാറിയത്. ഭൂപരിഷ്കരണ നിയമം വന്ന് കൃഷിഭൂമി കൃഷിക്കാർക്ക് കൈമാറിയതോടുകൂടി മനയുടെ ഒരു സിംഹഭാഗവും നഷ്ടപ്പെട്ടു. അതോടുകൂടി ഇരിങ്ങോൾക്കാവും അതിനു ചുറ്റുമുള്ള 35 ഏക്കർ ഭൂമിയും ദേവസ്വം ബോർഡിൻ്റെ കീഴിലായി. ഇരിങ്ങോൾക്കാവ് ക്ഷേത്രവും 60 ഏക്കറോളം വരുന്ന വനഭൂമിയും ആനയും തിരുവാഭരണങ്ങളും എല്ലാം സൗജന്യമായിട്ടാണ് കൈമാറിയത്. അവസാനം മന വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് വാസുദേവൻ നമ്പൂതിരി പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. അല്ലപ്രയിലെ 3 സെൻറ്റ് സ്ഥലത്താണ് വാസുദേവൻ നമ്പൂതിരി അവസാന കാലത്ത് കഴിഞ്ഞിരുന്നത്. ഭൂപരിഷ്കരണ നിയമം വരുന്ന സമയം വരെ കേരളത്തിൽ 37,000 ഏക്കർ ഭൂമിയാണ് മനയുടെ പേരിൽ സ്വന്തമായിരുന്നത്. ദേവസ്വം ബോർഡ് ഇത് ഏറ്റെടുത്തോടുകൂടി ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി മനയുടെ ഒരു വശത്തായിട്ട് തന്നെ ഒരു പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മനയിലേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് 20 രൂപ മാത്രമാണ് ടിക്കറ്റ് വരുന്നത്. പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള ഒരുപാട് റൈഡുകളൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ കയറാൻ പറ്റാത്തൊരു നിലയിലാണ്. നിങ്ങൾ ഈവനിങ് ടൈമൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇരിങ്ങോൾക്കാവിൽ നിന്ന് ഏകദേശം 350 മീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം.